വേറെ ഓർബിറ്റിൽ ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യണം. പ്രോപ്പർ സിമെട്രി, കമ്പയറബിൾ എനർജി ഉള്ളവരെ തമ്മിൽ കമ്പൈൻ ചെയ്യും. ആറ്റംസ് ഒരു ന്യൂക്ലിയസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മോണോസെൻട്രിക് ആയിരിക്കും. മോർ ദാൻ വൺ ന്യൂക്ലിയസിനെ ഡിപ്പെൻഡ് ചെയ്ത് പോളിസെൻട്രിക് ആയിരിക്കും. Yes. Alina, what are the two types of molecular orbitals formed according to molecular orbital theory? Molecular orbital theory അനുസരിച്ച് ആറ്റമിക് ഓർബിറ്റൽസ് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ രണ്ട് സെറ്റ് മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാകും. അവരുടെ പേര് പറഞ്ഞേ അലീന. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റ്. ബോണ്ടിങ് മോളിക്കുലർ ആൻഡ് ആന്റി മോളിക്കുലറോ? അഞ്ജന, അഞ്ജന ഏതൊക്കെയാണ് മോളിക്കുലർ ഓർബിറ്റൽസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും. അബിയ, ഇത് എങ്ങനെയാ ഫോം ചെയ്യുന്നത്? ബോണ്ടിങ് ആന്റി ബോണ്ടിങ് എങ്ങനെയാ ഫോം ചെയ്യുന്നത്? അബിയ, ആറ്റമിക് ഓർബിറ്റൽസ് എന്ത് ചെയ്യുമ്പോഴാണ് ഉണ്ടാവുന്നത്? കമ്പൈൻ ചെയ്യുമ്പോ ബോണ്ടിങ് എങ്ങനെ ഉണ്ടാവും, ആന്റി ബോണ്ടിങ് എങ്ങനെ ഉണ്ടാവും? അഫ്ല, ടീച്ചർ ലെസ് എനർജി ഉള്ളപ്പോ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും ഹൈ എനർജി ഉള്ളപ്പോ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും. ആറ്റമിക് ഓർബിറ്റൽസ് തമ്മിൽ കമ്പൈൻ ചെയ്ത് ലെസ് എനർജി ഉള്ള ബോണ്ടിങ്ങും മോർ എനർജി ഉള്ള ആന്റി ബോണ്ടിങ്ങും ഉണ്ടാകും. അത് എങ്ങനെയാ ഉണ്ടാകുന്നതെന്ന് ഞാൻ ചോദിച്ചത്. ആറ്റമിക് ഓർബിറ്റൽസ് എങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് അത് ഉണ്ടാകുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. ഓവർലാപ്പ് ചെയ്യുമ്പോ. അത് ഓവർലാപ്പ് ചെയ്യും. എങ്ങനെ ചെയ്യും? രണ്ടുപേരും ഒരുപോലെയല്ല ഫോം ചെയ്യുന്നത്. ഓവർലാപ്പിംഗ് ആണെങ്കിലും രണ്ടുപേരും ഒരുപോലെയല്ല. ആറ്റമിക് ഓർബിറ്റൽസ് എങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോഴാണ്? അറിയില്ല. സാലിഹ്, ആക്സിലോ? ഓവർലാപ്പ്. അതെന്താ ഫോർമേഷൻ? ആക്സിലും ഒരു എന്താ ഉണ്ടാവുന്നത്? മരിയ, അറിയില്ല ടീച്ചർ. പറഞ്ഞോ. അറിയില്ല ടീച്ചർ. അറിയില്ല. ആൻമരിയ, അഡീഷൻ നടക്കുമ്പോ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റും സബ്ട്രാക്ഷൻ നടക്കുമ്പോ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റും ഉണ്ടാവും. അറിയത്തില്ലായിരുന്നോ? സൈ എ പ്ലസ് സൈ ബി ആണെങ്കിൽ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ, സബ്ട്രാക്ഷൻ ആണെങ്കിൽ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ആഡ് ചെയ്യുന്നത് കൊണ്ടിട്ട് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാകുന്നു, പക്ഷെ അതിന്റെ എനർജി കുറവായിരിക്കും. സബ്ട്രാക്ട് ചെയ്താൽ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ അവരുടെ എനർജി കൂടുതൽ ആയിരിക്കും. യെസ്. ഇനി ഇതിന്റെ ലാസ്റ്റ് ഫീച്ചർ എന്താണെന്ന് പറഞ്ഞ അനീസ? നമ്മൾ ആറ്റമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടായി. ഇനി ഇതിന്റെ അകത്ത് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ടീച്ചർ അതിന്റെ ഓർഡർ പറയാനാണോ അതെയോ ഫസ്റ്റ് ഓർഡർ അല്ല, എങ്ങനെയാണ് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത്? എന്തിന്റെ ബേസിലാണ് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത്? എനർജി കുറഞ്ഞ ബേസിൽ. അതിന് എന്താ നമ്മൾ ഉപയോഗിക്കുന്നത്? എന്താ സിഗ്മ. ക്വസ്റ്റ്യൻ ഇതാണ്, മോളിക്കുലർ ഓർബിറ്റൽസിന്റെ അകത്ത് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിന്റെ ബേസിലാണ്, എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത്? ഓഫ് ബോ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഓഫ് ബോ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി ആൻഡ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇതുവഴിയാണ് നമ്മൾ ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ. Then Mustafa, what are the conditions for the combination of atomic orbitals? Combining atomic orbitals should have a same or nearly same energy. The atomic orbitals combining should have same symmetric
symmetrical shape. The atomic orbitals should overlap to the maximum extent. Very good. They are combining atomic orbitals must have the same or nearly the same energy. The combining orbitals must have the same symmetry about the molecular axis. Combining atomic orbital must overlap to the maximum extent. Yes. Then അവിടെ sigma bonding molecular orbital ഉണ്ട്. Sigma തന്നെ സ്റ്റാർ ഇട്ടാൽ അത് ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ആണ്. നമ്മൾ ഇന്റർന്യൂക്ലിയർ ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതിന് സിഗ്മ ആയിരിക്കും. അതല്ലാത്തതെല്ലാം പൈ ബോണ്ടുകളാണ് ഫോം ചെയ്യുന്നത്, മറന്നു പോകരുത്. യെസ്, O2ന്റെയും F2ന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, മോളിക്കുലാർ സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ഓർഡർ പറഞ്ഞേ ഫിദ. Sigma 1 is less than sigma star 1 is less than sigma 2. ലെസ് താൻ പറയണ്ട, ഓർഡർ പറഞ്ഞു പോയാൽ മതി. Sigma 1 is sigma star 1 is sigma 2 is sigma star 2 is sigma 2p z pi 2p x equal to pi 2p y pi star 2p x equal to pi star 2p y sigma star 2p z. Yes. അമീഷ, സെയിം ഓക്സിജന്റെയും ഫ്ലൂറിന്റെയും ഓർഡർ പറഞ്ഞേ. Pi 1 is pi star 1 is പൈയിലാണോ pi 2. അല്ലല്ല, sigma 1 is sigma star 1 is sigma 2 is sigma star 2 is sigma 2pz pi 2x is equal to pi 2py. Pi star 2py is equal to pi star 2px. പിന്നെ sigma 2py. Sigma star 2pz. Yes, sigma star 2pz. അലീഫ പറഞ്ഞേ, ഓക്സിജനും ഫ്ലൂറിനും അല്ലാത്തുള്ള എലമെന്റുകൾ, അതായത് ഇപ്പൊ ലിഥിയം മോളിക്യൂള്, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, അവരുടെ ഓർഡർ എങ്ങനെയായിരിക്കും? മോളിക്കുലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. sigma 1 is sigma star 1 is sigma 2x, sigma star 2x, sigma star 2pz, sigma pi 2px is equal to pi 2pz. നോക്കി വായിക്കണോ? അല്ല, യെസ് പറഞ്ഞേ. sigma 2p sigma star 2p x is equal to sigma star 2py. സിഗ്മ സ്റ്റാർ ആണോ 2px 2pyക്കും? സിഗ്മയാണോ അതോ പൈ ആണോ? pi star 2px is equal to pi star 2py. sigma 2px pi 2py. സിഗ്മ 2px ആണോ? തെറ്റിപ്പോയി. ആദ്യം തൊട്ട് ഒന്നും കൂടെ പറഞ്ഞേ. sigma 1 is sigma star 1 is sigma 2 is sigma star 2x, sigma star 2pz, pi star 2px is equal to pi star 2py. തെറ്റിപ്പോയി. സിഗ്മ സ്റ്റാർ 2pz ഏറ്റവും അവസാന, അതിന് മുന്നേ സിഗ്മ സ്റ്റാർ 2pz ഇല്ല. യെസ്, നിമ പറഞ്ഞേ. അറിയില്ല ടീച്ചർ. അറിയില്ല, എന്തുകൊണ്ട്? ഞാൻ അന്നേരം ലെഫ്റ്റ് ആയി പോയായിരുന്നു, ഫുള്ള് കേട്ടില്ല. അപ്പൊ അന്നേരം മാത്രം ലെഫ്റ്റ് ആയി പോയോ? കുറച്ചേരം മുമ്പ് ലെഫ്റ്റ് ആയി പോയായിരുന്നു. ഇതല്ല പറഞ്ഞേ. sigma s സിഗ്മ sigma 1 is sigma 1 is sigma star 1 is sigma star 1 is sigma 2 is sigma star 2 is sigma 2pz. ഓക്സിജന്റെയും ഫ്ലൂറിന്റെയും അല്ല ഞാൻ ചോദിച്ചേ. pi 2px is equal to pi 2py. sigma 2pz pi star 2px is equal to pi star 2py. sigma star 2pz. Yes, sigma star 2pz. Yes, ഈ ഓർഡർ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടിലാവും കേട്ടോ. യെസ്, കുറെ പേരൊന്നും പഠിക്കുന്നില്ല. ഇങ്ങനെ പോരാ, പഠിക്കണം, പഠിച്ചേ പറ്റുള്ളൂ. യെസ്, ഫാത്തിമത്ത് ആൻഡ് ഭീമ വീഡിയോ ഓഫ് ആണ്. അറിയാം ഇപ്പം ഫാത്തിമത്ത്
Yes. Okay. So move on to the next topic. നമ്മളപ്പോ ഇന്നലെ നമ്മള് എങ്ങനെയാണ് മോളിക്കുലാർ ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഓക്കെ. അപ്പൊ ഓർബിറ്റൽ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഇലക്ട്രോൺ ഉണ്ട് നോക്കുക. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാനായിട്ട് പറ്റും, ഓർഡർ ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ. അപ്പൊ ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് വെച്ചിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാവുന്ന നോർമലി നമുക്ക് ഏതെങ്കിലും ഒരു എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് പറ്റും. ഒബ്സർവ്. സാധാരണ നമ്മൾ ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് കാര്യമാണ് പറയാൻ പറ്റുന്നത്? ഒബ്സർവ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ആറ്റത്തിന്റെ എന്ത് പറയാൻ പറ്റും? സ്റ്റെബിലിറ്റി പറയാനായിട്ട് പറ്റും. സ്റ്റെബിലിറ്റി എങ്ങനെയാ പറയുന്നേ ഫിദ? സ്റ്റെബിലിറ്റി എങ്ങനെയാ പറയുന്നേ? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ വന്നാൽ സ്റ്റേബിൾ ആയിരിക്കും. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ വന്നാൽ സ്റ്റേബിൾ ആണ്. അതായത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിൽ സ്റ്റേബിൾ ആണ്, ഹാഫ് ഫിൽഡ് ആണെങ്കിൽ സ്റ്റേബിൾ ആണ്. ഇത്രയും കാര്യം നമുക്ക് അവിടെ പറയാനായിട്ട് പറ്റും അല്ലെ? ഈസി ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ, ഇനി എത്ര പേര് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ കമ്പൈൻ ചെയ്യേണ്ടത്, അതിന്റെ വാലൻസി എന്താണ്, ഒരു കമ്പൈനിങ് കപ്പാസിറ്റി എന്താണ്, ഇത്രയും കാര്യം മാത്രമേ നമുക്ക് സിംപിളി ഒരു ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടിയാൽ നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അതേസമയം നമുക്കൊരു മോളിക്യൂളിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, മോളിക്കുലാർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഒന്ന്, സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഷുവർ. മറ്റേത് പറഞ്ഞതുപോലെ തന്നെ സ്റ്റെബിലിറ്റി എന്താണെന്നുള്ളത് പറയാൻ പറ്റും. പിന്നെ ബിറ്റ്വീൻ ദി ആറ്റംസ് എന്ത് ബോണ്ട് ആണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതിനൊരു പേര് പറയൂലോ, അൽവാൻ. രണ്ട് ആറ്റത്തിന്റെ ഇടയ്ക്കുള്ള ബോണ്ട് ഏതൊക്കെ ടൈപ്പ് ബോണ്ടുകൾ ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ബിറ്റ്വീൻ ദി ആറ്റംസ്? സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്. അതിനൊരു പേര് പറയൂലോ. കോവാലന്റ് ബോണ്ട്. അത് കോവാലന്റ് ബോണ്ട്. ആ നമ്പറുകൾ കണ്ടുപിടിക്കുന്ന നമ്പറിനൊരു പേര് പറയും. നമ്മൾ ഓൾറെഡി ബോണ്ടിന്റെ പാരാമീറ്റേഴ്സ് പഠിപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞതാ, ബോണ്ട് പാരാമീറ്റേഴ്സ് പഠിപ്പിച്ചപ്പോ. മനസ്സിലായില്ല. ആ നമ്പറിനൊരു പേര് പറയും, അത് കണ്ടുപിടിക്കാൻ എങ്ങനെയാന്നൊക്കെ പറഞ്ഞായിരുന്നു. ആർക്ക് പറയാം? ഓർമ്മയുള്ളവരാരെങ്കിലും ഉണ്ടോ? യെസ് മരിയ. എന്താ? ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡർ. നമ്പർ ഓഫ് ബോണ്ട്സ് ബിറ്റ്വീൻ ദി ആറ്റംസ് ആണ് എന്ത്? ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത്. ബിറ്റ്വീൻ ദി ആറ്റംസ് ഏതാണ് ബോണ്ട് ഓർഡർ എന്നുള്ളത് നമുക്ക് ഈ മോളിക്കുലാർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതാണ് നേച്ചർ ഓഫ് ദി ബോണ്ട്. സിംഗിൾ ബോണ്ട് ആണോ, ഡബിൾ ബോണ്ട് ആണോ, ട്രിപ്പിൾ ബോണ്ട് ആണോ. അതുപോലെ ബോണ്ട് ലെങ്ത് നമുക്ക് പറയാൻ പറ്റും. ബോണ്ട് ഓർഡർ കിട്ടിയ ഷുവർ നമുക്ക് എന്ത് പറയാം? ബോണ്ട് ലെങ്ത് പറയാം. ബോണ്ട് ഓർഡറും ബോണ്ട് ലെങ്ത്തും എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണോ? കാൽവിൻ. ബോണ്ട് ഓർഡർ, ബോണ്ട് ലെങ്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണോ? കാൽവിൻ. ടീച്ചറെ ബോണ്ട് ഓർഡറും പിന്നെ ബോണ്ട് ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. യെസ്. ബോണ്ട് ഓർഡർ കൂടുന്നതിനനുസരിച്ച് ബോണ്ട് ലെങ്ത് കുറയും. ബോണ്ട് ഓർഡർ 3 ആണെങ്കിൽ അത് അതിന്റെ അർത്ഥം അവിടെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെന്ന, അതിന്റെ ബോണ്ട് ലെങ്ത് എങ്ങനെയായിരിക്കും? വളരെ കുറവായിരിക്കും. പിന്നെ നമുക്ക് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന വേറൊരു കൺസെപ്റ്റ് ആണ് അവരുടെ മാഗ്നറ്റിക് ബിഹേവിയർ. അവർ പാരാമാഗ്നറ്റിക് മോളിക്യൂൾ ആണോ, ഡയാമാഗ്നറ്റിക് മോളിക്യൂൾ ആണോ എന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ ഇനി ഓരോ പാരാമീറ്റേഴ്സും എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ. സോ ഹെഡിങ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് മോളിക്കുലാർ ബിഹേവിയർ. Electronic configuration and molecular behavior. Yes. നമ്മൾ എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉപയോഗിച്ച് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സ്റ്റെബിലിറ്റി ആണ്. സ്റ്റെബിലിറ്റി നമ്മൾ നോക്കുന്നത്
ആദ്യം നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി വെക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരു മിനിറ്റ്. യെസ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏറ്റവും ഫസ്റ്റ് മോളിക്കുലാർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി വെക്കുക. അതില് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എത്ര ഇലക്ട്രോൺ ഉണ്ട്, അല്ലെങ്കിൽ ആന്റി ബോണ്ടിങ്ങിൽ വരുന്ന എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ബോണ്ടിങ്ങിലുള്ള ഇലക്ട്രോണിനെയും ആന്റി ബോണ്ടിങ്ങിലുള്ള ഇലക്ട്രോണിനെയും എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? നെസ്രിൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് നെസ്രിൻ, ഒരു മോളിക്യൂളിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നാൽ അതിൽ ബോണ്ടിങ്ങിലുള്ള ഇലക്ട്രോണിന്റെ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? ആന്റി ബോണ്ടിങ്ങിലുള്ള ഇലക്ട്രോണിന്റെ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? ബോണ്ട് ഓർഡർ വെച്ചാണ്. ബോണ്ട് ഓർഡറോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മോളിക്കുലാർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നാൽ അതിൽ ബോണ്ടിങ്ങിൽ ഉള്ള ഇലക്ട്രോൺസിന്റെ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? ആന്റി ബോണ്ടിങ്ങിൽ ഉള്ള ഇലക്ട്രോൺസിന്റെ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? ലോൺ പെയർ. ലോൺ പെയറോ? ഒന്നും കൂടെ പറയാം. മോളിക്കുലാർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മളിപ്പോ എഴുതുന്നത് σ1s σ*1s അത് വെച്ചിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നാൽ അതിൽ നിന്നും ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിനെ എങ്ങനെ കണ്ടുപിടിക്കും? പങ്കെടുക്കാത്തവരെ ആന്റി ബോണ്ടിങ്ങിലുള്ള ഇലക്ട്രോണുകളെ എങ്ങനെ കണ്ടുപിടിക്കും? തമന്ന, സ്റ്റാർ നോക്കിയിട്ടാണ്. ആ സ്റ്റാർ നോക്കിയാ പോരെ. സ്റ്റാർ ഇല്ലാത്തവരെല്ലാം ബോണ്ടിങ്ങിലുള്ള ഇലക്ട്രോൺ, സ്റ്റാർ ഉള്ളവരെല്ലാം ആന്റി ബോണ്ടിങ്ങിലുള്ള ഇലക്ട്രോൺസ്. യെസ്, അപ്പൊ നമ്മള് സ്റ്റെബിലിറ്റി പറയുന്നത് ഇങ്ങനെയാണ്. നമ്മള് ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നവരെ നമ്മൾ ആ ഇലക്ട്രോണുകളെ NB എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓക്യുപ്പൈങ് ബോണ്ടിങ് ഓർബിറ്റൽസ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിനെ നമ്മൾ NB എന്നും, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിനെ നമ്മൾ NA എന്നുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവരുടെ സ്റ്റെബിലിറ്റി എങ്ങനെയായിരിക്കും എന്ന് പറയുന്നത്. അതായത് NBയുടെ നമ്പർ NAനേക്കാളും കൂടുതലാണെങ്കിൽ സ്റ്റേബിൾ ആയിരിക്കും. NB പങ്കെടുക്കുന്നവര് ആന്റി ബോണ്ടിങ്ങിനേക്കാൾ കുറവാണെങ്കിൽ അത് അൺസ്റ്റേബിൾ ആയിരിക്കും. അൺസ്റ്റേബിൾ ആയിരിക്കും. NB ഗ്രേറ്റർ ദാൻ NA ആണെങ്കിൽ സ്റ്റേബിൾ ആയിരിക്കും. NB ലെസ് ദാൻ NA ആണെങ്കിൽ അൺസ്റ്റേബിൾ ആയിരിക്കും. NB ഈക്വൽ ടു NA ആണെങ്കിലും അത് അൺസ്റ്റേബിൾ ആയിരിക്കും. NBയുടെ വാല്യൂ NAനേക്കാളും കൂടുതൽ വന്നാൽ മാത്രമേ, ബോണ്ടിങ്ങിൽ ഉള്ളവര് ആന്റി ബോണ്ടിങ്ങിനേക്കാളും കൂടുതൽ വന്നാൽ മാത്രമേ അവർ സ്റ്റേബിൾ ആകുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ അത് അൺസ്റ്റേബിൾ ആയിരിക്കും. ഈക്വൽ വന്നാലും അൺസ്റ്റേബിൾ ആയിരിക്കും. അതേപോലെ തന്നെ ലെസ് ദാൻ ആന്റി ബോണ്ടിങ് വന്നാലും അവരെങ്ങനെയായിരിക്കും? അൺസ്റ്റേബിൾ ആയിരിക്കും. ഈ 3 പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി സ്റ്റെബിലിറ്റി പറയാൻ വേണ്ടിയിട്ട്. മോളിക്കുലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുക, ബോണ്ടിങ്ങിൽ പങ്കെടുത്തിരിക്കുന്ന ഇലക്ട്രോണിന്റെ നമ്പർ എടുക്കുക, ആന്റി ബോണ്ടിങ്ങിൽ പങ്കെടുത്തിരിക്കുന്ന ഇലക്ട്രോണിന്റെ നമ്പർ എടുക്കുക, കമ്പയർ ചെയ്യുക. NBയുടെ വാല്യൂ ലെസ് ദാൻ NA വന്നാൽ അത് അൺസ്റ്റേബിൾ. NB ഗ്രേറ്റർ ദാൻ NA വന്നാൽ സ്റ്റേബിൾ. NB ഈക്വൽ ടു NA ആണെങ്കിലും അതെങ്ങനെയായിരിക്കും? അൺസ്റ്റേബിൾ ആയിരിക്കും. Okay. Then second point, that is bond order. Yes, bond order. Bond order നമുക്ക് നോർമലി അറിയാവുന്ന ബോണ്ട് ഓർഡറിന്റെ ഡെഫിനേഷൻ എന്താ? നസ്ര, നമ്മുടെ മനസ്സിൽ ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനേഷൻ എന്താ? നസ്ര ടീച്ചർ, എന്താ ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാല്? ബുക്ക് മുറിക്കണ എന്താ ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാല്? ഞാൻ കുറച്ചു മുമ്പും കൂടെ പറഞ്ഞല്ലേ?
നന്ദന എന്താ ബോണ്ട് ഓർഡർ? ഇർഷാൻ എന്താണ് ബോണ്ട് ഓർഡർ? സിംഗിൾ ബോണ്ടാണോ ഡബിൾ ബോണ്ടാണോ എന്നുള്ളത്. സിംഗിൾ ബോണ്ട് ആണോ ഡബിൾ ബോണ്ട് ആണോ ട്രിപ്പിൾ ബോണ്ട് ആണോ എന്നുള്ളത്, അതായത് നമ്പർ ഓഫ് ബോണ്ട്സ് ബിറ്റ്വീൻ ദി ആറ്റംസ് എന്താണ് എന്നുള്ളതാണ്. ഞാൻ നിങ്ങളുടെ പേര് നിങ്ങൾ ആൻസർ പറഞ്ഞില്ലെങ്കിൽ ഇവിടെ എഴുതി വെക്കുന്നത് കേട്ടോ, നമുക്ക് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ചിലർ റെസ്പോണ്ട് ചെയ്യില്ല, ചിലർ ക്വസ്റ്റ്യൻ ചോദിച്ച ഉത്തരം പറയില്ല, ഇതൊക്കെ നമുക്ക് അറിയണല്ലോ. യെസ്, നമ്പർ ഓഫ് ബോണ്ട്സ് ബിറ്റ്വീൻ ദി ആറ്റംസ് ആണ് ബോണ്ട് ഓർഡർ എന്നുള്ളത് നമ്മുടെ മനസ്സിലറിയാം. അത് നമുക്ക് നോർമലി ഉള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ ഒക്കെ വരച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകും. ബാലൻസ് ഷെയ്ഡിലുള്ള ഇലക്ട്രോൺസിന്റെ കമ്പൈനിങ് കപ്പാസിറ്റി ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുന്നത് ഇത്രേ ഉള്ളൂ. ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റലിന്റെയും ആന്റി ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റലിന്റെയും ഡിഫറൻസ് എടുക്കുക, അതിന്റെ പകുതി എത്രയാണെന്ന് നോക്കുക, അതായിരിക്കും അതിന്റെ ബോണ്ട് ഓർഡർ. ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റലിന്റെയും ആന്റി ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റലിന്റെയും ഡിഫറൻസിന്റെ ഹാഫ്, അതിനെയാണ് ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ഈസ് ദി 1/2 of the difference between NB and Na. ബോണ്ടിങ് ഇലക്ട്രോൺസിന്റെയും ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസിന്റെയും ഡിഫറൻസിന്റെ ഹാഫിനെയാണ് നമ്മൾ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത്. ഓർ ബോണ്ട് ഓർഡർ BO is equal to half into NB minus Na. NBയും NAയും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക, അതിന്റെ പകുതി എടുക്കുക, അപ്പോൾ നമുക്ക് ബോണ്ട് ഓർഡർ കിട്ടും. യെസ്, ഈ ബോണ്ട് ഓർഡർ ഉപയോഗിച്ച് നമുക്ക് സ്റ്റെബിലിറ്റി പറയാനായിട്ട് പറ്റും. ഓക്കെ, സ്റ്റെബിലിറ്റി പറയാനായിട്ട് പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, NBയുടെ വാല്യൂ NAനേക്കാളും കൂടുതൽ ആണെന്ന് വിചാരിക്കുക. അവിടെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. NBയുടെ വാല്യൂ NAനേക്കാളും കൂടുതൽ ആണെങ്കിൽ ബോണ്ട് ഓർഡർ എങ്ങനെയായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആണോ, ലെസ് ദാൻ 0 ആണോ, അതോ ഈക്വൽ ടു 0 ആണോ? ആലോചിച്ച് നോക്കിട്ട് പറയാം. NBയുടെ വാല്യൂ NAനേക്കാളും കൂടുതൽ വന്നാൽ ബോണ്ട് ഓർഡർ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആണോ, ലെസ് ദാൻ 0 ആണോ, അതോ ഈക്വൽ ടു 0 ആയിരിക്കുമോ? NB ഗ്രേറ്റർ ദാൻ NA. ഹരിഗോവിന്ദ്? ഗ്രേറ്റർ ദാൻ 0. യെസ്, ഗ്രേറ്റർ ദാൻ 0. ബോണ്ട് ഓർഡർ ഗ്രേറ്റർ ദാൻ 0 വന്നാൽ എന്തായാലും മോളിക്യൂള് സ്റ്റേബിൾ ആയിരിക്കും. ഇനി NBയുടെ വാല്യൂ ലെസ് ദാൻ NA ആണെങ്കിൽ ബോണ്ട് ഓർഡർ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആണോ, ഈക്വൽ ടു 0 ആണോ, അതോ ലെസ് ദാൻ 0 ആയിരിക്കുമോ? ഇഷാര? യെസ്, ലെസ് ദാൻ 0 വന്നാൽ അത് സ്റ്റേബിൾ ആണോ, അൺസ്റ്റേബിൾ ആണോ? 0ൽ താഴെ ഒരു ബോണ്ട് ഓർഡർ ഉണ്ടോ? ബോണ്ട് ഓർഡർ എപ്പോഴും 0 തൊട്ട് മുകളിലോട്ടല്ലേ പോകുന്നത്, 1 2 3 അല്ലേ പോകുന്നത്. യെസ്, ആലിയ. അപ്പൊ NBയും NAയും ഈക്വൽ ആണെങ്കിലോ ബോണ്ട് ഓർഡർ എന്തായിരിക്കും? 0 വന്നാലും അത് എങ്ങനെയായിരിക്കും? അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ബോണ്ട് ഓർഡർ ഉപയോഗിച്ച് നമുക്ക് സ്റ്റെബിലിറ്റി പറയാനായിട്ട് പറ്റും. ഓക്കെ, അതായത് ബോണ്ട് ഓർഡർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മോളിക്യൂള് സ്റ്റേബിൾ ആയിരിക്കും. സ്റ്റേബിൾ മോളിക്യൂൾ. ബോണ്ട് ഓർഡർ ലെസ് ദാൻ 0 വന്നാൽ, അതിപ്പോ അതൊരു പോസിറ്റീവ് വാല്യൂ ആണ്, ലെസ് ദാൻ 0 വന്നാൽ അത് അൺസ്റ്റേബിൾ ആണ്. അപ്പൊ അത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ബോണ്ട് ഓർഡർ ലെസ് ദാൻ 0. ബോണ്ട് ഓർഡർ ഈക്വൽ ടു 0 വന്നാലും അത് അൺസ്റ്റേബിൾ ആണ്. അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൽ നിന്ന് എന്ത് പറയാം? നേച്ചർ ഓഫ് ദി ബോണ്ട് പറയാം. അത് നമുക്ക് ഈ ബോണ്ട് ഓർഡറിൽ നിന്ന് ക്ലിയർ ആണ്. നേച്ചർ ഓഫ് ദി ബോണ്ട്, അത് ബോണ്ട് ഓർഡർ എന്ന് പറയാം.
ബോണ്ട് ഓർഡർ 1 ആണെങ്കിൽ സിംഗിൾ ബോണ്ട്. ബോണ്ട് ഓർഡർ 2 ആണെങ്കിൽ ഡബിൾ ബോണ്ട്. ബോണ്ട് ഓർഡർ 3 ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട്. അണ്ടർസ്റ്റുഡ് ആണ് നേച്ചർ ഓഫ് ദി ബോണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് ബോണ്ട് ലെങ്ത്തും പറയാം ഈസി ആയിട്ട്. ബോണ്ട് ലെങ്ത്തും ബോണ്ട് ഓർഡർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ബോണ്ട് ഓർഡർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഡിവൈഡഡ് ബൈ ബോണ്ട് ലെങ്ത്. ബോണ്ട് ഓർഡർ ബോണ്ട് ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ടീച്ചറെ നേച്ചർ ഓഫ് ദ ബോണ്ട് ഒന്നുകൂടെ കാണിക്കാമോ? സ്ക്രോൾ ചെയ്യാമോ? യെസ്. ഇനി ഏറ്റവും ലാസ്റ്റിലത്തെ പ്രോപ്പർട്ടി, ലാസ്റ്റിലത്തെ പാരാമീറ്റർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണ് മാഗ്നറ്റിക് നേച്ചർ എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മാഗ്നറ്റിക് നേച്ചർ. യെസ്. നിങ്ങൾ ഏതൊക്കെ ടൈപ്പ് മാഗ്നറ്റിസത്തിനെ പറ്റി കേട്ടിട്ടുണ്ട്? അഫ്ല, ഫിസിക്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏതൊക്കെ ടൈപ്പ് മാഗ്നറ്റിസം നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? ഇലക്ട്രിക് മാഗ്നറ്റ് എന്താ ചേച്ചി മനസ്സിലായില്ല? മാഗ്നറ്റിസം, പാരാമാഗ്നറ്റിസം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ കേട്ടിട്ടുള്ളവർ കൈവക്കും. നിങ്ങൾ മാഗ്നറ്റിക് ബിഹേവിയർ ഫിസിക്സിൽ പഠിച്ച മക്കളെ? ഇല്ല. യെസ്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു തരാം. പല ടൈപ്പ് മാഗ്നറ്റിക് ബിഹേവിയർ ഉണ്ട്. ഒന്ന് ഡയാമാഗ്നറ്റിക്, അതായത് മാഗ്നറ്റിനോട് എങ്ങനെയാണ് ഇവർ ആക്ട് ചെയ്യുന്നത്, റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ബേസിൽ നമ്മൾ പല ടൈപ്പ് മാഗ്നറ്റിസം ഉണ്ട്. ഡയാമാഗ്നറ്റിസം ഉണ്ട്, പാരാമാഗ്നറ്റിസം ഉണ്ട്, ഫെറോ മാഗ്നറ്റിസം ഉണ്ട്, ഫെറി മാഗ്നറ്റിസം ഉണ്ട്, ആന്റി ഫെറോ മാഗ്നറ്റിസം ഉണ്ട്. ഇങ്ങനെ കുറെ ടൈപ്പ് മാഗ്നറ്റിസം ഉണ്ട്. അതെല്ലാം നമുക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുണ്ട്. ഓക്കെ. ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 2 ടൈപ്പ് മാഗ്നറ്റിസം മാത്രമേ ഉള്ളൂ. ഒന്ന് ഡയാമാഗ്നറ്റിസം ആൻഡ് ഒന്ന് പാരാമാഗ്നറ്റിസം. അപ്പൊ അതിൻ്റെ അകത്ത് എന്താണ് ഡയാമാഗ്നറ്റിക് എന്നുള്ളത് ആദ്യം നോക്കാം. ഡയാമാഗ്നറ്റിക് വളരെ സിമ്പിൾ ആയിട്ട് മാത്രമേ ഇപ്പൊ ഓർത്തു വെക്കുക. ഡയാമാഗ്നറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സബ്സ്റ്റൻസ് വിച്ച് ആർ വീക്ക്ലി റിപ്പൾഡ് ബൈ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. substances which are weakly repelled by an external magnetic field. നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ വീക്കിലി വളരെ കുറച്ച് റിപ്പൽ ചെയ്തു പോകുന്ന സബ്സ്റ്റൻസുകൾക്കാണ് നമ്മൾ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെയുള്ള സബ്സ്റ്റൻസുകളുടെ മോളിക്കുലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ all the electrons are paired. All the electrons are paired. ഈ പോയിന്റ് ആണ് നമുക്ക് ഓർത്തിരിക്കേണ്ടത് കേട്ടോ. paired. നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിയുമ്പോൾ ഒറ്റയ്ക്കൊന്നും നിൽക്കാതെ എല്ലാ ഓർബിറ്റലുകളിലും രണ്ടെണ്ണം വെച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ നമ്മൾ ഡയാമാഗ്നറ്റിക് സ്പീഷീസ് എന്നാണ് പറയുന്നത്. ഡയാമാഗ്നറ്റിസം കാണിക്കുന്നുണ്ട് എന്ന് പറയും. ഇനി രണ്ടാമത്തേത് പാരാമാഗ്നറ്റിസം. പാരാമാഗ്നറ്റിക് ബിഹേവിയർ. പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റൻസസ് which are attracted by external magnetic field. Magnetic field വരുമ്പോൾ attracted by magnetic field. നമ്മൾ magnetic field കൊടുക്കുമ്പോൾ അട്രാക്ട് ചെയ്യുന്നവരെയാണ് നമ്മൾ പാരാമാഗ്നറ്റിക് എന്ന് പറയുന്നത്. ഇവിടെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അതായത് പെയ്ഡ് അല്ലാത്ത ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് നമ്മൾ എഴുതി കഴിയുമ്പോൾ നമുക്ക് അൺപെയ്ഡ് ഇലക്ട്രോൺസ് വന്നാൽ, ഇപ്പൊ നമ്മള്
പൈ 2px ഈക്വൽ ടു പൈ 2py എന്ന് എഴുതിയില്ലേ? അപ്പൊ ചിലപ്പോ നമ്മള് അവർ രണ്ടും ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരുപോലെ കൊടുക്കണം എന്നാ പറയുന്നേ. അപ്പൊ നമ്മൾ അവിടെ ഹൺസ് റൂൾ നമ്മൾ ഉപയോഗിക്കും. ഒരുപോലെ ഫില്ല് ചെയ്തതിന് ശേഷം അവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് വന്നാൽ, ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു ഓർബിറ്റലിൽ വന്നാൽ ഷുവർ അത് ഏത് ബിഹേവിയർ ആയിരിക്കും കാണിക്കുന്നത്? പാരാമാഗ്നറ്റിസം ആയിരിക്കും കാണിക്കുന്നത്. പാരാമാഗ്നറ്റിക് ബിഹേവിയർ. ഓക്കെ. അപ്പൊ ഇനി നമ്മള് ഓരോ മോളിക്യൂൾ എടുക്കുന്നു, അവരുടെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുന്നു, മാഗ്നറ്റിസം എന്താണെന്ന് ചെക്ക് ചെയ്യുന്നു, സ്റ്റേബിൾ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ പറയാനായിട്ട് പോകുന്നു. യെസ്. അപ്പൊ ഇനി അതാണ് അടുത്ത പരിപാടി. അതോടുകൂടി ഈ ചാപ്റ്ററും തീരും. ഓക്കെ. ബിഫോർ ദാറ്റ് പേജ് നമ്പർ 129. യെസ്, പറഞ്ഞ മോളെ. ഈ ഡയാമാഗ്നറ്റിക്കും പാരാമാഗ്നറ്റിക്കും ഒന്നും പറയാമോ? യെസ്, അത് തന്നെ ഇപ്പൊ പറഞ്ഞത്. അതായത് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവരും. ഒരു സബ്സ്റ്റൻസ് നമ്മൾ എടുക്കും, ഒരു മോളിക്യൂൾ നമ്മൾ എടുത്തിട്ട് നമ്മള് മാഗ്നറ്റ് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും അവര് റിപ്പൽ ചെയ്ത് പോകുവാണെങ്കിൽ അവരെ നമ്മൾ ഡയാമാഗ്നറ്റിക് എന്ന് വിളിക്കും. അട്രാക്ട് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ പാരാമാഗ്നറ്റിക് എന്ന് വിളിക്കും. അങ്ങനെ റിപ്പൽ ചെയ്ത് ഡയാമാഗ്നറ്റിക് ആകുന്നതിന്റെ റീസൺ അതിൻ്റെ അകത്ത് എല്ലാ ഇലക്ട്രോൺസും ഓൾറെഡി പെയർഡ് ആണ്. അതുകൊണ്ടാണ് മാഗ്നറ്റ് വരുമ്പോഴത്തേക്കും അവർ റിപ്പൽ ചെയ്ത് പോകുന്നത്. ഇനി പാരാമാഗ്നറ്റിക് അട്രാക്ട് ചെയ്യുന്നതിന്റെ റീസൺ അതിൻ്റെ അകത്ത് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണുള്ളത്. അൺപെയർഡ് മീൻസ് പെയർഡ് അല്ലാതെ ഇലക്ട്രോൺസ് ഒറ്റയ്ക്കായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ട് അവര് മാഗ്നറ്റിക് ഫീൽഡ് വന്നു കഴിയുമ്പോൾ അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ. അങ്ങനെയുള്ളവരെ നമ്മൾ പാരാമാഗ്നറ്റിക് ആണ് എന്ന് പറയും. മനസ്സിലായോ നസ്രിൻ? യെസ്. ഓക്കെ. സോ പേജ് നമ്പർ 129, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് മോളിക്യുലർ ബിഹേവിയർ. Yes. Khadija, read it. ടീച്ചർ ആ പേജ് എന്റെ പഴയ ടെക്സ്റ്റ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് മോളിക്യുലർ ബിഹേവിയർ ഇന്നലെ പഠിപ്പിച്ചതിന്റെ ലാസ്റ്റ്. The distribution of electrons among various molecular orbital is called the electronic configuration of the molecule. From the electronic configuration of the molecule, it is possible to get important information about the molecule as discussed below. Stability of molecules. If Nb is the number of electrons occupying bonding orbitals and Na the number occupying the anti-bonding orbitals, then the molecule is stable if Nb is greater than Na and the molecule is unstable if Nb is less than Na. In more bonding orbitals are occupied and so the bonding influence is stronger and a stable molecule result. In the anti-bonding influence is stronger and therefore the molecule is unstable. Yes, ഫാത്തിമത്ത് ബോണ്ട് ഓർഡർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാണ് കേട്ടോ. ബോണ്ട് ഓർഡർ. Bond order is defined as 1/2 the difference between the number of electrons present in the bonding and the anti-bonding orbitals. Bond order equal to half Nb minus Na. The rules discussed above regarding the stability of the molecule can be restated in terms of bond order as follows. A positive bond order means a stable molecule, while a negative or zero bond order means an unstable molecule. Yes, Bhima, nature of the bond and bond length. Integral bond order values of 1, 2, or 3 correspond to single, double, or triple bond respectively as studied in the classical concept. Bond length. The order between two atoms in a molecule may be taken as an approximate measure of the bond length. The bond length decreases as bond order increases. Magnetic. Yes, sir, magnetic nature. Upsir. If all the molecular orbitals in a molecule are doubly occupied, the substance is diamagnetic. However, if one or more molecular orbitals are single occupied, it is paramagnetic. Example, OT molecule. ടെക്സ്റ്റ് ബുക്ക് അടച്ചു വെച്ച എല്ലാവരും. യെസ്. അപ്പൊ നമുക്ക് ഇനി ഓരോ മോളിക്യൂളിന്റെ ചെയ്യാം. ഞാൻ പറയുന്ന മോളിക്യൂളിന്റെ ചെയ്താൽ മതി. ഫസ്റ്റ് വൺ ഹൈഡ്രജൻ മോളിക്യൂള്. ഒരെണ്ണം ടീച്ചർ കാണിച്ചു തരാം, എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു തരാം. യെസ്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഹൈഡ്രജൻ മോളിക്യൂൾ ആണ് കേട്ടോ.
ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ അകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെ? ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? ആർക്ക് പറയാം? ഹൈഡ്രജൻ മോളിക്യൂളിലെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പറയാൻ പറ്റുന്നവരൊന്ന് കൈവക്കിയേ. യെസ്, അലീഫ എത്രയാ മോളെ? 2. അതെ, 2 അല്ലേ വരുള്ളൂ മക്കളെ. ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജൻ ആറ്റം ഉള്ളേ. ഒരു ഹൈഡ്രജന് 1 ഇലക്ട്രോൺ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയായി? 2 ഇലക്ട്രോൺസ് ആണ് അവിടെ ഉള്ളത്. അത് ആദ്യം നമ്മുടെ മനസ്സിൽ വേണം. ഏത് മോളിക്യൂൾ കിട്ടിക്കഴിഞ്ഞാലും ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടിയാലേ നമുക്ക് എന്തായാലും മോളിക്യുലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഓർബിറ്റൽ എടുക്കുക. ഫസ്റ്റ് ഓർബിറ്റൽ ഏതാ? σ1s. ഇതിൽ എത്ര ഇലക്ട്രോണിനെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? ഒരു ഓർബിറ്റലിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ നമ്പർ എത്രയാ തമന്ന? 2. അപ്പൊ ഈ 2 ഇലക്ട്രോണും എങ്ങോട്ടേക്ക് പോയി? 1s2 വന്നു. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തീർന്നു. ഇനി നമുക്ക് കൊടുക്കാൻ ഇലക്ട്രോൺ ഇല്ല. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കഴിഞ്ഞു. യെസ്. അപ്പൊ ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ പറ്റും? ആദ്യം നമ്മൾ സ്റ്റെബിലിറ്റി പറയുക. സ്റ്റെബിലിറ്റി പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണം? NB വേണം. അപ്പൊ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റെബിലിറ്റി ആണ് പറയുന്നത്. ഇത് സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് ആദ്യം പറയണം. സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് എങ്ങനെ പറയും? ആദ്യം NBയും NAയും കണ്ടുപിടിക്കുക. ഇതിന്റെ അകത്ത് ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്ന എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഡെല്ല 2 ഇലക്ട്രോൺസ്. ആന്റി ബോണ്ടിങ്ങിലോ? ആന്റിബോണ്ടിങ്ങില് ഇലക്ട്രോൺസ് പങ്കെടുക്കുന്നില്ല. ഇല്ല, തന്നിട്ടില്ല. അപ്പൊ പിന്നെ ഇല്ല, 0. സ്റ്റാർ ഇട്ടിട്ടുള്ള ഒരു ഓർബിറ്റിൽ നമ്മൾ ഇവിടെ എഴുതിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് 0. അതായത് NBയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ NA ആണ്. സോ ദ മോളിക്യൂൾ ഈസ് സ്റ്റേബിൾ. അതുകൊണ്ട് മോളിക്യൂൾ എങ്ങനെയായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. ദെൻ ഇനി നമുക്ക് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുന്നത്? ബോണ്ട് ഓർഡറിന്റെ ഇക്വേഷൻ പറഞ്ഞേ. ബോണ്ട് ഓർഡറിന്റെ ഇക്വേഷൻ നന്ദന. ടീച്ചർ പറയൂ. ഹാഫ് NB മൈനസ് N2. N2 NA. NB മൈനസ് NA. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഹാഫ് ഇൻറ്റു ഇവിടെ NB മാത്രമേ ഉള്ളൂ. സോ 2 ഇൻറ്റു 1/2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1. അതായത് ബോണ്ട് ഓർഡർ 1 ആണ്. ബോണ്ട് ഓർഡർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ബോണ്ട് ആണ് ഇവിടെ ഉള്ളത്. ബിറ്റ്വീൻ ദി ഹൈഡ്രജൻ ആറ്റം there existing a single bond. മാഗ്നറ്റിക് നേച്ചർ പറയാനായിട്ട് പറ്റും. ഇവിടെ തന്നിരിക്കുന്ന ഇലക്ട്രോൺസ് പെയർഡ് ആണോ അൺപെയർഡ് ആണോ? സാലിഹ് ഒറ്റയ്ക്കാണോ നിൽക്കുന്നത്? ഡബിൾ ആണോ നിൽക്കുന്നത്? ഒരു ഓർബിറ്റ് യെസ് എങ്ങനെ നിൽക്കുന്നത്? പെയർഡ് ആണെങ്കിൽ ഏത് നേച്ചർ കാണിക്കുന്ന? ഡയാമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ? പെയർഡ് ആണെങ്കിൽ ഡയാമാഗ്നറ്റിക്. യെസ്, ഇലക്ട്രോൺസ് പെയർഡ് ആണ്. സോ ഡയാമാഗ്നറ്റിക്. കഴിഞ്ഞു. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാനായിട്ട് പറ്റും. യെസ്. അപ്പൊ അടുത്ത മോളിക്യൂൾ തരാം. ഹീലിയം മോളിക്യൂൾ. വേഗം ചെയ്യാം. ഹീലിയം മോളിക്യൂൾ രണ്ടാമത്തെ മോളിക്യൂൾ തരുന്നു. ഹീലിയം മോളിക്യൂൾ അതുപോലെ തന്നെ ഹീലിയം മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഒരു ഹീലിയത്തിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് നോക്കുക. അപ്പൊ 2 ഹീലിയം ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. വേഗം ചെയ്യാം. 5 മിനിറ്റ് ഇല്ല, 2 മിനിറ്റ് ഉള്ളൂ.
ചെയ്ത് കഴിഞ്ഞവർ കൈവക്കാട്ടോ. യെസ്, മരിയ ഫിനിഷ്ഡ്. ടീച്ചർ, യെസ്, ദേവിക ചോദിച്ചോളെ. ഈ ഹീലിയം മോണാറ്റോമിക് അല്ലേ? അതെ, നമ്മൾ HC2 തന്നെയാണ് എഴുതേണ്ടത്. അതെ, ഞാൻ തന്നത് ഏതാണോ അത് തന്നെ എഴുതുക. എന്നിട്ട് തമ്മിലുള്ള അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ നമുക്ക്. ഇപ്പൊ മോളിക്യൂള് NBയുടെ വാല്യൂം NAയുടെ വാല്യൂം ഈക്വൽ ടു 0 വന്നാൽ മോളിക്യൂള് സ്റ്റേബിൾ അല്ല, അൺസ്റ്റേബിൾ. അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ എന്താ? അത് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് ഇതിന്റെ അർത്ഥം. നമുക്ക് ആരുടെ വേണമെങ്കിലും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. അതിനുശേഷം നമുക്ക് പറയാൻ പറ്റും ഇങ്ങനൊരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. സ്റ്റേബിൾ ആണെങ്കിൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ, മറ്റേതാണെങ്കിൽ അൺസ്റ്റേബിൾ എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഹീലിയം ഒരു മോണോആറ്റമിക് മോളിക്യൂളാ, നോബിൾ ഗ്യാസ് അല്ലേ? യെസ്, ഹരിഗോവിന്ദ് കംപ്ലീറ്റഡ്, അനീസ കംപ്ലീറ്റഡ്, സോജു കംപ്ലീറ്റഡ്, നസ്രിൻ കംപ്ലീറ്റഡ്, അമീഷ കംപ്ലീറ്റഡ്, അൽവാൻ കംപ്ലീറ്റഡ്, ഇഷാര കംപ്ലീറ്റഡ്. ഇഷാര കഴിഞ്ഞോ? അനിറ്റ കംപ്ലീറ്റഡ്, ഖദീജ, നസ്രിൻ, അബിയ, അഫ്ല ചെയ്തില്ലേ? അഫ്ല ആ ചെയ്തു. സോജു പറഞ്ഞേ. സോജു ചെയ്ത് കഴിഞ്ഞപ്പോ കിട്ടിയ കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്ന് 1 by 1 ആയിട്ടാണ് പറഞ്ഞു. സോജു എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് വായിച്ചോളൂ. സോജു. സ്റ്റെബിലിറ്റി 1:2. സ്റ്റെബിലിറ്റി 1:2 ഇല്ല 1:2 ഇല്ല, സിഗ്മ 1:2. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. സിഗ്മ 1:2 ആണോ? ഹീലിയം മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാ? 2 ഉള്ളോ? ഒരു ഹീലിയത്തിലല്ലേ 2 ഇലക്ട്രോൺ? 2 ഹീലിയം മോളിക്യൂൾ അല്ലേ? 4. അപ്പൊ മൊത്തം തെറ്റിപ്പോയി കാണില്ലേ? 2 വെച്ചിട്ടല്ലേ എഴുതിയേ? അപ്പൊ തെറ്റിപ്പോയില്ലേ? യെസ്. Then അനീസ കറക്റ്റ് ചെയ്യൂ. അനീസ. Number of electrons 4. Total number of electrons 4. അപ്പൊ electronic configuration sigma 1:2, sigma star 1:2. Sigma 1:2, sigma star 1:2. Then Na is equal to Nb. NB is equal to Na. 2 electrons ആയതുകൊണ്ട് അപ്പൊ molecules unstable ആണ്. Molecules unstable ആണ്. ബോണ്ട് ഓർഡറും 0 ആണ്. 0 ആണ്. പിന്നെ ഇലക്ട്രോൺ പേഴ്സ് ഡയോമാഗ്നറ്റിക് നേച്ചർ കാട്ടും. ഇലക്ട്രോൺസിന്റെ എല്ലാം പെയർഡ് ആണ്. അതുകൊണ്ട് എന്ത് നേച്ചർ കാണിക്കും? ഡയാമാഗ്നറ്റിക് നേച്ചർ ആണ് കാണിക്കുന്നത്. എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആണ്. യെസ്, അപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാം. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 4. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സിഗ്മ 1:2, സിഗ്മ സ്റ്റാർ 1:2. ഹിയർ NB ഈക്വൽ ടു Na. അതുകൊണ്ട് അത് അൺസ്റ്റേബിൾ. ആൻഡ് ബോണ്ട് ഓർഡർ ഈസ് ഓൾസോ 0. ഇലക്ട്രോൺസ് എല്ലാം പെയർഡ് ആണ്. പെയർഡ് ആണെങ്കിൽ അത് ഡയാമാഗ്നറ്റിക് ആണ്. ബോണ്ട് ഓർഡർ 0 ആണെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ പറയാനായിട്ട് പറ്റും ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇതൊരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല. ബിറ്റ്വീൻ ദി ആറ്റം ബോണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് എക്സിസ്റ്റൻസ് ഉള്ളൂ. യെസ്, ഹൗ മെനി ഓഫ് യു കറക്റ്റ്? എത്ര പേര് കറക്റ്റ് ചെയ്തു? കറക്റ്റ് ആയിട്ട് ചെയ്തവരെന്ന് കൈവക്കിക്കേ. യെസ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത മോളിക്യൂൾ ചെയ്യൂ. ലിഥിയം മോളിക്യൂൾ, Li2 മോളിക്യൂൾ. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുമ്പോൾ തെറ്റ് വരരുത്. അത് തെറ്റി ആദ്യം തൊട്ട് എല്ലാം തെറ്റിപ്പോകും. ഒരു ലിഥിയത്തിൽ എത്ര ഇലക്ട്രോൺസ് ഉള്ള നിമ? 3. അപ്പൊ ലിഥിയം 2 എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയായി? 6. യെസ്.
വേഗം ചെയ്യാ കൈവക്കുക ചെയ്ത് കഴിഞ്ഞവര്. Yes, Maria finished. Yes, Anita finished. Amisha finished. Adina, Alia, Ishara, Hari, Farsi, Nasrin, Anisa, Soju, Salih. Yes, Soju പറഞ്ഞേ. Total number of electrons തൊട്ട് വേഗം വായിച്ചോളൂ. 6 electron. Sigma 1s2. Yeah. Sigma star 1s2. Sigma 2s. Sigma 2 is 2. 2. Then NB is equal to 4. അപ്പം N is equal to NB greater than NA. Stable. Bond order 1. Single bond. Bond order 1 ആണോ കിട്ടിയേ? എത്രയായിരുന്നു ബോണ്ടിങ് ഇലക്ട്രോൺസ്? എത്രയായിരുന്നു? 4 ആയിരുന്നോ? യെസ്. 4 minus 2, 2, 2 by 1. Sorry, 2 by 2, 1. Yes, correct. Okay. ഇനി ഡയാമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ? പാരാമാഗ്നറ്റിക്. പാരയാണോ? അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടോ അതിന്റെ അകത്ത്? ഡയാമാഗ്നറ്റിക്. എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആണ്. സോ ഇറ്റ് ഈസ് ഡയാമാഗ്നറ്റിക്. യെസ്. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 6 ആണ്. 6 ഇലക്ട്രോൺസ് ഉണ്ട്. Then ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2 എന്നാണ് നമുക്ക് കിട്ടുന്നത്. യെസ്. ഇവിടെ NB equal to 4 ആണ്. NA equal to 2 ആണ്. That means NB greater than NA ആണ്. So it is a stable molecule. And bond order is equal to half into NB minus NA. That means half into 4 minus 2, which is equal to 1. That means single bond. എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആണ്. So it is diamagnetic. How many of you correct? Yes. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത മോളിക്യൂൾ തരാം. Be2. Beryllium molecule. B2. അൺസ്റ്റേബിൾ ആണെങ്കിൽ പിന്നെ നമ്മൾ ഡയായും പാരായും ഒന്നും നോക്കേണ്ട കാര്യമില്ല കേട്ടോ. അത് എക്സിസ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ മോളിക്യൂൾ ഇല്ല. മോളിക്യൂൾ ഇല്ലെങ്കിൽ പിന്നെ ഡയയാണോ പാരയാണോ എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. അബിയ പറഞ്ഞോളൂ. ഇത് നോക്കിയിട്ട് വേഗം വേഗം പറഞ്ഞാൽ മതി. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 8 electrons. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ Sigma 1s2, sigma star 1s2, sigma 2s2, sigma star 2s2. NB. NB is equal to Na. Unstable ആണ്. NB equal to 4 ആണ്. NA യും 4 ആണ്. So NB equal to NA ആണ്. So unstable. Bond order 0. Bond order 0 ആയിരിക്കും. That means the molecule does not exist. How many of you correct? Yes. Okay. അടുത്ത മോളിക്യൂൾ തരാം. B2 മോളിക്യൂൾ.
ഡയാമാഗ്നറ്റിക് എന്ന് എഴുതണ്ടേ? വേണ്ട, കാരണം മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യത്തില്ലല്ലോ. മോളിക്യൂൾ ഉണ്ടെങ്കിലല്ലേ നമ്മൾ ഡയാണോ പാരയാണോ നോക്കേണ്ട കാര്യമുള്ളൂ. പേടാണ്, അതുകൊണ്ട് ഡയ കാണിക്കാം, പക്ഷെ അങ്ങനെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. യെസ്, കാൽവിൻ. 5 ഇലക്ട്രോൺ, അപ്പോ B2 10 ഇലക്ട്രോൺസ്. സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, pi 2s2, 2p. Pi 2p x equal to pi 2p y. അത് ആദ്യം അങ്ങോട്ട് എഴുതി വെക്കുക. റിമൈനിങ് എത്ര ഇലക്ട്രോൺ ഉണ്ട് നോക്കുക. 2, 2, 4, 2, 6, 2, 8 ഓരോരുത്തരെ കൊടുക്കുക. ഇങ്ങനെ ഈക്വൽ ടു വരുമ്പോഴാണ് നമ്മുടെ ഹൺസ് റൂളിന്റെ ഉപയോഗം വരുന്നത്. ഒരേ എനർജി ഉള്ളവർക്ക് ഒരുപോലെ ഫില്ല് ചെയ്യണം എന്നല്ലേ നമ്മൾ പറയുന്നത്. ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഒരുപോലെ ഫില്ല് ചെയ്തിട്ടേ പെയർ ചെയ്യാൻ പാടുള്ളൂ. ആദ്യം ഒപ്പ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തു, പിന്നെ ഇടയ്ക്ക് വെച്ച് നമുക്ക് ഹൺസ് റൂളും കൂടെ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു. യെസ്. അപ്പൊ ഇങ്ങനെ നോക്കുവാണെങ്കിൽ NB എത്രയുണ്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞേ വേഗം. കാൽവിൻ, NBയുടെ വാല്യൂ എത്രയാ? ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്ന ഇലക്ട്രോൺസ് 4. ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നവരെന്ന് പറഞ്ഞാൽ എന്നതാ? സ്റ്റാർ ഇല്ലാത്തവര്. 2, 4. ഇവിടെ 2 ഉണ്ട്. 2, 4, 5, 6. യെസ്, 6. അപ്പൊ NA എത്രയാ? ആന്റി ബോണ്ടിങ് 4 എണ്ണം. 4. അപ്പൊ ചെയ്യ NB ഗ്രേറ്റർ ദാൻ NA. അപ്പൊ മോളിക്യൂൾ എന്തായാലും സ്റ്റേബിൾ ആണ്. ദെൻ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുക. ഹാഫ് ഇൻറ്റു NB മൈനസ് NA. സോ 6 - 4 ഡിവൈഡഡ് ബൈ 2. 1. ബോണ്ട് ഓർഡർ എന്ത് വന്നു? 1 വന്നു. ഇനി മാഗ്നറ്റിക് പ്രോപ്പർട്ടി നോക്കണം. നോക്കിക്കേ, ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അൺപെയ്ഡ് ഇലക്ട്രോൺസ് വന്നാൽ ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. പറഞ്ഞോ ദേവിക. കുറച്ച് സ്പീഡ് സ്പീഡ് കൂട്ടണമെന്നോ കുറയ്ക്കണം? ആണോ? എന്തിന്റെ സ്പീഡ് കുറയ്ക്കട്ടെ പറയണ? ഇതിന്റെ സ്പീഡ് കൂടുതലാണോ? യെസ്, ചോദിച്ചോ. അപ്പൊ എവിടെ തൊട്ടാ ഞാൻ പറയേണ്ടത് ഒന്നും കൂടെ? ഇത് ഒപ്പം എഴുതാൻ പറ്റുന്നില്ല. എന്നതിന്റെ ഒപ്പം? ഞാൻ എഴുതണതിന്റെ ഒപ്പാ? അത് കുഴപ്പമില്ല, ഞാൻ സമയം തരാമല്ലോ എഴുതാൻ. എഴുതാൻ സമയം തരുമല്ലോ എന്തായാലും. യെസ്, നോക്കിക്കോ. ഒന്ന് B2 മോളിക്യൂളാ പറഞ്ഞത്. അവ 2 ബോറോൺ വരും. ടോട്ടൽ നമ്പർ ഓഫ് 10 ഇലക്ട്രോൺസ്. ദെൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഓർത്തോണം, ഓക്സിജനും ഫ്ലൂറിനും ഒരു ടൈപ്പാണ്, ബാക്കിയുള്ളവർക്കെല്ലാം വേറെ ടൈപ്പാണ് കേട്ടോ. അതെപ്പോഴും ഓർമ്മ വേണം.
ഓർഡർ തെറ്റിച്ച് കളയരുത്. സിഗ്മ 2pz വെച്ച് എഴുതിയവരൊക്കെ തെറ്റിപ്പോയി കാണും. അപ്പൊ ഓർഡർ പഠിക്കണം എന്ന് പറഞ്ഞതിന്റെ കാര്യം ഏതാ? അങ്ങനെ നമ്മൾ എഴുതി നോക്കിക്കഴിഞ്ഞാൽ എൻ ബിയിൽ സ്റ്റാർ ഇല്ലാത്തവരാണ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. അതിന്റെ അകത്ത് 6, ആന്റി ബോണ്ടിങ്ങിൽ 4, 6 - 4 2. അതായത് എൻ ബിയുടെ വാല്യൂ എന്നേക്കാളും കൂടുതലാണ്. അപ്പൊ അത് സ്റ്റേബിൾ ആണ്. ബോണ്ട് ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ ഇക്വേഷൻ എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബോണ്ട് ഓർഡർ 1 കിട്ടും. അതായത് സിംഗിൾ ബോണ്ട് ആണ് അവിടെ ഉള്ളത്. ഇനി ഇലക്ട്രോൺസ് പെയർഡ് ആണോ അൺപെയർഡ് ആണോ നോക്കുക. സിംഗിൾ ആയിട്ട് നിൽക്കുന്ന 2 എണ്ണം അവിടെ ഉണ്ട്. അപ്പൊ ഒരു അൺപെയർഡ് ആണ്. അൺപെയർഡ് ഇലക്ട്രോൺസ് വന്നാൽ അവര് പാരാമാഗ്നറ്റിക് ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത മോളിക്യൂൾ ചെയ്യുക. N2 മോളിക്യൂൾ, നൈട്രജൻ മോളിക്യൂൾ. എഴുതി കഴിഞ്ഞാൽ എല്ലാവരും N2 മോളിക്യൂൾ. യെസ്, ചെയ്ത് കഴിഞ്ഞോ?
ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. ടീച്ചറോട് എഴുതിയിട്ടുണ്ട്, നോക്കി കറക്റ്റ് ആണോ നോക്കുക. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് കൈവക്കിക്കേ. നിങ്ങൾ എഴുതിയത് ഇത് തന്നെയാണ് എന്നുണ്ടെങ്കിൽ. ഫർസീൻ ശരിയായില്ലേ? തെറ്റിപ്പോയോ? ശരിയായി. പോവാതെ ടീച്ചർ ശരിയായോ? ശരിയായോ പറ. ഇലക്ട്രോണിക് കോൺഫിഗറേഷന് ഇത്തിരി ഡൗട്ട് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. യെസ് ദേവിക ടീച്ചർ ശരിയായോ? ഇല്ല. എവിടെ തെറ്റിപ്പോയേ? പൈ 2px ഇലക്ട്രോൺസിനെ കൊടുത്ത് ശരിയായി. എങ്ങനെയാ കൊടുത്തേ? ഞാൻ 1 വീതം കൊടുത്ത്. 1 അല്ലല്ലോ, ഒരു ഓർബിറ്റിൽ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തിട്ടല്ലേ അടുത്തതിലോട്ട് പോകുള്ളൂ. രണ്ടുപേരും ഒരേ എനർജി വന്നാൽ ഹൺസ് റൂൾ യൂസ് ചെയ്യുക. ഹൺസ് റൂൾ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഓപ്പോ പ്രിൻസിപ്പിൾ തന്നെയാണ്. അത് കംപ്ലീറ്റ് ചെയ്തിട്ടേ നമ്മൾ സിഗ്മയിലോട്ട് പോകാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത മോളിക്യൂൾ പറയാം. O2 മോളിക്യൂൾ. O2 മോളിക്യൂൾ പറയുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തെറ്റിപ്പോരുത് കേട്ടോ. O2നും F2നും ഒരുപോലെ. അറിയില്ലാത്ത ഒരു ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക O2ന്റെ എന്താണ് ഓർഡർ എന്നുള്ളത്. കഴിഞ്ഞവര് ചെക്ക് ചെയ്ത് നോക്കാട്ടോ.
യെസ്, എത്ര പേര് കറക്റ്റ് ആക്കി? ചെക്ക് ചെയ്ത് നോക്കിക്കേ. യെസ്, കഴിയാത്തവർ എത്ര പേരുണ്ട്? കൈ നോക്കിക്കേ. യെസ്, കുറച്ച് പേരുണ്ട്. അപ്പൊ വേഗം ചെയ്തിട്ട് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. യെസ്, ഓക്കെ, കഴിഞ്ഞില്ലേ? ഇത് മനസ്സിലാകാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്കുക കേട്ടോ. മോളിക്യുലർ ഓർബിറ്റൽ തിയറി മനസ്സിലാകാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ബോണ്ട് ഓർഡർ, സ്റ്റെബിലിറ്റി. യെസ്, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇനി ഈ ചാപ്റ്ററിന്റെ അകത്തുള്ള ഒരു ചെറിയൊരു ടോപ്പിക് എടുക്കാനുണ്ട്. ആ ചെറിയ ടോപ്പിക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇല്ലാത്തതായിരുന്നു, പക്ഷെ അത് ആവശ്യമുണ്ട്. വേറെ ചാപ്റ്ററുകൾക്ക് ആവശ്യമുള്ളത് കൊണ്ടിട്ടാണ്. ചെറിയൊരു ടോപ്പിക്കാണ്. കൺസെപ്റ്റ് ഹെഡിങ് കൊടുക്കുക, ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് തന്നെ എഴുതിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങൾ വെറ്റിക്കും. ഹൈഡ്രജൻ ബോണ്ടിങ്. ഓക്കെ, എന്താണ് ഒരു ഹൈഡ്രജൻ ബോണ്ട്? അപ്പോഴാ ഈ പേര് കേട്ടാ തോന്നണേ. എന്തായിരിക്കും ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാല്? പേര് കേട്ടിട്ട് എന്നാ തോന്നണെന്ന് പറഞ്ഞാൽ മതി. ഹൈഡ്രജന്റെ ബോണ്ടിങ്ങിനെ പറ്റിയിരിക്കും. ഹൈഡ്രജന്റെ ബോണ്ടിങ്, അതെ, അത് തന്നെയാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഹൈഡ്രജൻ ഒരു ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ് എന്ന് നമുക്കറിയാം. ഹൈഡ്രജന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഹൈഡ്രജനിൽ ആകെപ്പാട് ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ഹൈഡ്രജൻ ഈസി ആയിട്ട് ഇലക്ട്രോണെ കൊടുക്കാൻ പറ്റും. അപ്പൊ അതിനൊരു പ്ലസ് ചാർജ് കിട്ടും. ഈ ഹൈഡ്രജൻ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ, ഇവര് മൂന്ന് പേരുമായിട്ട് ബോണ്ട് ഫോം ചെയ്താൽ ആ ബോണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് ഹൈഡ്രജൻ ബോണ്ട്. It is an attractive force existing between hydrogen and more electronegative atoms like fluorine, oxygen and nitrogen. ഹൈഡ്രജൻ ഫ്ലോറിനോട് ബോണ്ട് ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ഹൈഡ്രജൻ ഓക്സിജനോട് ബോണ്ട് ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ നൈട്രജനോട് ബോണ്ട് ഫോം ചെയ്യുന്നു. ആ ബോണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്, അത്രേ ഉള്ളൂ. ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി force of attraction which bind hydrogen atom which is bonded to an electronegative atom. Like fluorine, ഇത് മൂന്നും ഉള്ളൂ കേട്ടോ. ഫ്ലൂറിൻ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ by a covalent bond. With another molecule, sorry, another electronegative atom. Yes, another electronegative atom either within the same molecule, ഒന്നുകിൽ സെയിം മോളിക്യൂളിൽ തന്നെയാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോളിക്യൂളിലും ആകാം.
or in another molecule. അതായത് ഒരു മോളിക്യൂള് അല്ലെങ്കിൽ രണ്ട് മോളിക്യൂളിന്റെ ഇൻ ബിറ്റ്വീൻ ഒരു ബോണ്ട് ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ വേണം, ഒരു മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റവും വേണം. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ആരോട് മാത്രമേ വരുള്ളൂ? ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ. ഈ മൂന്ന് ആറ്റത്തിനോട് മാത്രമേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് എടുക്കുക. ആ മോളിക്യൂള് ഹൈഡ്രജനും ഫ്ലൂറിനും കൂടെ ചേർന്നാൽ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് കിട്ടും. അവിടെയുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ ഇത് ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. ഓക്കെ, ഇത് വേറെ ഒരു ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. അപ്പം in between this fluorine and this hydrogen, there existing a hydrogen bond. അല്ലെങ്കിൽ ഇവര് തമ്മിൽ ഈ ഫ്ലൂറിനും തൊട്ടപ്പുറത്തുള്ള വേറൊരു ഹൈഡ്രജൻ ഫ്ലൂറൈഡും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാകാം. ഇങ്ങനെ മനസ്സിലായോ? രണ്ട് ഹൈഡ്രജൻ ഫ്ലൂറൈഡുകളുടെ ഇടയ്ക്ക് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാകാം. ഒരു ഹൈഡ്രജൻ ഫ്ലൂറൈഡ് എടുക്കുക, അതിൻ്റെ അകത്തുള്ള ഫ്ലൂറിനും വേറൊരു ഹൈഡ്രജൻ ഫ്ലൂറൈഡിലെ ഹൈഡ്രജനും തമ്മിലുള്ളത്. അങ്ങനെ അവിടെ ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന ആട്ടോ ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജൻ ഫ്ലൂറൈഡിലുള്ള ഹൈഡ്രജനും ഫ്ലൂറിനും തമ്മിലല്ല, ആ ഫ്ലൂറിനും വേറൊരു ഹൈഡ്രജൻ ഫ്ലൂറൈഡിലെ ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട്. യെസ്, ഇനി ഞാന് വാട്ടർ വരയ്ക്കാം. വാട്ടറിന്റെ അകത്തും ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. വാട്ടറിന്റെ അകത്തുള്ളത് വാട്ടർ ആദ്യം ഞാൻ വരച്ചു വെച്ചു, HOH. വേറൊരു വാട്ടർ മോളിക്യൂൾ വരച്ചു, HOH. അനദർ വാട്ടർ മോളിക്യൂൾ വരയ്ക്കാം, HOH. ഇനി ഹൈഡ്രജൻ ബോണ്ട് വരയ്ക്കാം. ഈ ഓക്സിജനും ഈ ഹൈഡ്രജനും തമ്മില്, ഈ ഓക്സിജനും ഈ ഹൈഡ്രജനും തമ്മില്, ഈ ഓക്സിജനും തൊട്ടപ്പുറത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്. കണ്ടോ? ഇതാണ് ഹൈഡ്രജൻ. അപ്പൊ ഹൈഡ്രജനും ഫ്ലൂറിനും ചേർന്നാൽ ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, ആ ഒരു കോമ്പൗണ്ടിന്റെ വരച്ചു. ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാൽ വാട്ടർ കിട്ടും, അതിന്റെ അകത്തും ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ഇനി മരിയ പറഞ്ഞേ, ഹൈഡ്രജനും നൈട്രജനും ചേർന്നിട്ടുള്ള ഒരു മോളിക്യൂളിന് എക്സാമ്പിൾ പറഞ്ഞേ. NH3. അമോണിയ. യെസ്, അമോണിയക്കകത്തപ്പോ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, NH3. NH3. ഇത് നൈട്രജൻ, 3 ഹൈഡ്രജൻ, അനദർ അമോണിയ, അനദർ അമോണിയ. നമുക്ക് ഹൈഡ്രജൻ ബോണ്ട് വരയ്ക്കാൻ പാകത്തിന് നിങ്ങൾ മോളിക്യൂൾ വരച്ചു വിടുക കേട്ടോ. ആൻഡ് ഹൈഡ്രജൻ ബോണ്ട് എക്സിസ്റ്റിംഗ് ഇവിടെ. ഇതെല്ലാം ഹൈഡ്രജൻ ബോണ്ടാണ്. യെസ്, ഹൈഡ്രജൻ ബോണ്ട് അപ്പൊ എന്താണെന്ന് മനസ്സിലായോ? പിടികിട്ടിയോ? യെസ്. അപ്പൊ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ഡിഫറൻസ് കൊണ്ടിട്ടാണ് ഈ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് എല്ലാവരും പേജ് നമ്പർ 132 എടുക്കുക. പേജ് നമ്പർ 132. അവിടെ ടൈപ്സ് ഓഫ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
ടീച്ചർ ഒന്ന് വായിക്കാം. There are two types of hydrogen bond. Intermolecular hydrogen bond and intramolecular hydrogen bond. ഇന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണല്ല? എല്ലാം എന്താ ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻ എന്നൊക്കെ പറഞ്ഞ? സ്കൂളുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ. അതായത് രണ്ട് സ്കൂളുകൾ തമ്മിലുള്ള കോമ്പറ്റീഷനെയാണ് നമ്മൾ ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ കോമ്പറ്റീഷൻസ് ഒരു സ്റ്റേറ്റ് സ്കൂളും ഒരു CBSE സ്കൂളും കൂടെ വേണമെങ്കിൽ നമുക്ക് കോമ്പറ്റീഷൻ വെക്കാം. അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റും ഒരു സ്റ്റേറ്റും, രണ്ട് സ്റ്റേറ്റുകൾ, സ്റ്റേറ്റ് സ്കൂളുകൾ സ്റ്റേറ്റ് സിലബസ് ഫോളോ ചെയ്യുന്ന രണ്ട് സ്കൂളുകൾ തമ്മിലും ആകാം. അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് സിലബസും ഒരു CBSE സ്കൂളും തമ്മിലുള്ള കോമ്പറ്റീഷനും ആകാം. എങ്ങനെയായാലും രണ്ടാളുകളുടെ ഇൻ ബിറ്റ്വീൻ വരുന്നതിനെയാണ് നമ്മൾ ഇന്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയും അത് തന്നെയാ പറയുന്നത്. ഇന്റർ മോളിക്യുലർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരുപോലെയുള്ള രണ്ട് മോളിക്യൂൾ എടുത്ത് അവരുടെ ഇടയ്ക്കുള്ളത് ഹൈഡ്രജൻ ബോണ്ട്. ഇപ്പൊ നമ്മളിപ്പോ എഴുതിയത് അതൊരു എക്സാമ്പിളാ. ഒരു ഹൈഡ്രജൻ ഫ്ലോറൈഡ് വേറൊരു ഹൈഡ്രജൻ ഫ്ലോറൈഡ്, അതിന്റെ ഇടയ്ക്കുള്ള ഹൈഡ്രജൻ ബോണ്ട്. ഓക്കെ. അല്ലെങ്കിൽ ഒരു അമോണിയ വേറൊരു അമോണിയ, അവരുടെ ഇടയ്ക്കുള്ളതെല്ലാം ഇന്റർ മോളിക്യുലർ ഹൈഡ്രജൻ ബോണ്ടാണ്. വേണമെങ്കിൽ നമുക്ക് ഒരു അമോണിയയും ഒരു ഹൈഡ്രജൻ ഫ്ലോറൈഡും എടുക്കാം. എന്നിട്ട് അമോണിയയുടെ നൈട്രജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ ഫ്ലോറൈഡിന്റെ ഹൈഡ്രജനുമായിട്ട് വേണമെങ്കിൽ ബോണ്ട് ഫോം ചെയ്യാം. എന്തായാലും രണ്ട് ആളുകൾ തമ്മിൽ ഉള്ള ഹൈഡ്രജൻ ബോണ്ടിനെയാണ് നമ്മൾ ഇന്റർ മോളിക്യുലർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. അതേസമയം ഒരു മോളിക്യൂളിന്റെ ഉള്ളിൽ തന്നെയുള്ള ഹൈഡ്രജൻ ബോണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻട്രാമോളിക്യുലർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയും. ദേ നോക്കിക്കാൻ നിങ്ങൾ റൈറ്റ് സൈഡിൽ ഒരു ഫിഗർ കൊടുത്തിരിക്കുന്ന കണ്ടോ? ഫിഗർ 4.22. ആ മോളിക്യൂളിന്റെ സ്ട്രക്ചർ ഇത് എങ്ങനെയാ? ഈ സ്ട്രക്ചർ വരയ്ക്കാം. ഇത് റിങ്. ഇവിടെ ഒരു NO2 മോളിക്യൂൾ ഉണ്ട്, ഇവിടെ ഒരു OH ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ. ഇതിവിടെ ഒരു NO2, ഇവിടെ ഒരു OH. ഇത് ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത് ആ ബോണ്ട് വെച്ചിട്ട് അവർ വരച്ചിരിക്കുന്നതാണ്. ഞാൻ ആ വരയ്ക്കാൻ പോകുന്നത്. ഈ N ഈ രണ്ട് ഓക്സിജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നത് ഒന്ന് ഡബിൾ ബോണ്ടോ ഒന്ന് ഇങ്ങോട്ടേക്കൊരു ബോണ്ട് OH. ഓക്കെ. കണ്ടോ? ഇവിടെ ഈ ഓക്സിജനും ഈ ഹൈഡ്രജനും തമ്മിൽ അടുത്തടുത്ത് വന്നതുകൊണ്ട് ഇവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ടിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് ഒരു മോളിക്യൂളിന്റെ ഉള്ളിൽ തന്നെ നടക്കുന്നത്. ഒരു മോളിക്യൂളിന്റെ ഉള്ളിൽ തന്നെ രണ്ട് സ്ഥലത്ത് ഒരു ഹൈഡ്രജനും ഒരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റവും വന്നു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ബോണ്ടിനാണ് നമ്മൾ ഇൻട്രാമോളിക്യുലർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. Hydrogen atom or hydrogen bond existing between hydrogen and more electronegative atoms within the same molecule. ഒരു മോളിക്യൂളിന്റെ ഉള്ളിൽ തന്നെയുള്ളത് ഇൻട്രാ. ബിറ്റ്വീൻ വന്നാൽ ദാറ്റ് ഈസ് ഇന്റർ. ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ ദ സെയിം മോളിക്യൂളും ആകാം, ബിറ്റ്വീൻ ദ ഡിഫറെന്റ് മോളിക്യൂളും ആകാം. രണ്ട് സെപ്പറേറ്റ് മോളിക്യൂളിന്റെ ഇടയ്ക്കുള്ളതാണ് ഇന്റർ. ഒരുപോലെയുള്ളവർ വന്നാൽ ദാറ്റ് ഈസ് ഇൻട്രാ. ഇവിടെയുള്ളത് ഇന്റർമോളിക്യുലർ ആണോ ഇൻട്രാമോളിക്യുലർ ആണോ? സാലിഹ്, ഇന്റർ ആണോ ഇൻട്രാ ആണോ HF-ഉം വാട്ടറും തമ്മിലുള്ളത്? ഇന്റർ അല്ലേ? യെസ്, ഇന്റർ. കണ്ട, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ളവർ തമ്മിൽ. ഇവര് തമ്മിൽ വേറെ ബന്ധമൊന്നുമില്ല, ഇങ്ങനെ മാത്രമേ പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് ഇന്റർ. ഇതോ അപ്ല ഇന്റർ ആണോ ഇൻട്രാ ആണോ? ടീച്ചർ ഇന്റർ ആണോ? ഇൻട്രാ ആണോ? പറയൂ. രണ്ട് ഡിഫറെന്റ് മോളിക്യൂൾ, രണ്ട് മോളിക്യൂൾ അല്ലേ ഞാൻ എടുത്തിരിക്കുന്നേ. രണ്ട് മോളിക്യൂൾ ഒരുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ളവരായിക്കോട്ടെ, അതിന്റെ ഇടയ്ക്ക് വന്നാൽ അതെന്തായിരിക്കും? ഇന്റർ. രണ്ടെണ്ണം അവിടെ ഉണ്ടെങ്കിൽ അത് ഇന്റർ. ഒരാളെ ഉള്ളൂ, ഒരാളുടെ ഉള്ളിൽ തന്നെയാണെങ്കിൽ ദാറ്റ് ഈസ് ഇൻട്രാ. ഓക്കെ, ക്ലിയർ ആയോ എന്താന്നുള്ളത്? Yes. So chapter finished. Okay. So take the textbook and exercise question. 4.22, 4.23 ഒക്കെ നമ്മൾ ചെയ്തതാണ്. 4.28 ചെയ്തതല്ലേ?
യെസ് 4.28 ചെയ്തു. .30 ചെയ്തില്ലല്ലോ. ചെയ്തോ? 4.30 പറയൂ. ഇല്ല. ഓക്കെ. സോ 4.30 എടുക്കുക. Which hybrid orbitals are used by the carbon atoms in the following molecule? ഒരു മോളിക്യൂൾ എടുക്കുക, അതിൻ്റെ അകത്തുള്ള കാർബൺ ആറ്റത്തിന്റെ ഹൈബ്രിഡൈസേഷൻ എടുക്കുക. ഹൈബ്രിഡൈസേഷൻ പറയണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇത്രയും കാര്യം ഓർത്തു വെച്ചാൽ മതി. കാർബൺ സിംഗിൾ ബോണ്ട് ആണ് കാർബൺ ഫോം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3. കാർബൺ ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഷുവർ ഹൈബ്രിഡൈസേഷൻ sp2. കാർബൺ ട്രിപ്പിൾ ബോണ്ട് ആണ് ഫോം ചെയ്യുന്നത് എങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp. ഇനി ഈസി ആയിട്ട് എക്സസൈസ് ക്വസ്റ്റ്യൻ 4.30 ചെയ്യാം. ഫസ്റ്റ് മോളിക്യൂൾ ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് മോളിക്യൂൾ CH3. ഇതിൽ ആദ്യത്തെ കാർബൺ നോക്കുക. ഈ കാർബൺ ഇങ്ങോട്ടേക്ക് സിംഗിൾ ബോണ്ട് ആണ് ഫോം ചെയ്യുന്നത്. വേറെ ഒരു ബോണ്ടും കാർബൺ കാണിക്കുന്നില്ല. ഹൈഡ്രജനോടും സിംഗിൾ ബോണ്ടാ. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ വിച്ച് ഈസ് sp3. ഈ കാർബൺ ഏത് തന്നെയാണ് sp. ഇനി രണ്ടാമത്തേത് CH3 CH ഡബിൾ ബോണ്ട് CH2. ഇനി ചെയ്യാവുന്നതേ ഉള്ളൂ. യെസ്, വേഗം ചെയ്തോളൂ. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചേ. ഞാൻ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നായിരുന്നു, കാർബൺ ഒരു സൈഡിൽ സിംഗിൾ ബോണ്ടും ഒരു സൈഡിൽ ഡബിൾ ബോണ്ടും ആണെങ്കിൽ പ്രിഫറൻസ് ഡബിൾ ബോണ്ടിന്. ഡബിൾ ബോണ്ട് വെച്ചിട്ടുള്ള ഹൈബ്രിഡൈസേഷൻ വേണം പറയാൻ. ഒരു സൈഡിൽ സിംഗിൾ ഒരു സൈഡിൽ ട്രിപ്പിൾ വന്നാൽ പ്രിഫറൻസ് ട്രിപ്പിൾ ബോണ്ടിന് ആയിരിക്കും. അതുകൂടെ നോട്ട് ചെയ്ത് വെച്ചോ. ഒരു സൈഡിൽ സിംഗിൾ ബോണ്ട് ഒരു സൈഡിൽ ഡബിൾ ബോണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ ഷുവർ ഡബിൾ ബോണ്ടിന്റെ ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും കാണിക്കുന്നത്. ഒരു സൈഡിൽ സിംഗിൾ ഒരു സൈഡിൽ ട്രിപ്പിൾ വന്നാൽ ഷുവർ ട്രിപ്പിൾ ബോണ്ടിന്റെ ഹൈബ്രിഡൈസേഷൻ sp കാണിക്കും. കാർബൺ രണ്ട് സൈഡിലും ഡബിൾ ബോണ്ട് വന്നാൽ അത് ഷുവർ ഒരു ട്രിപ്പിൾ ബോണ്ടിന്റെ എഫക്റ്റ് ആയിരിക്കും, ദെൻ sp. ഇനി വേഗം ചെയ്തു. നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് പോവാട്ടോ. കാർബണിന്റെ മാത്രമേ ഇവര് ഹൈബ്രിഡൈസേഷൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. ലാസ്റ്റത്തെ രണ്ടെണ്ണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, നിങ്ങൾക്ക് സ്ട്രക്ചർ അറിയില്ലാത്തത് കൊണ്ട്. അതിനാണ് ഞാൻ സ്ട്രക്ചർ വരച്ചു വെച്ചിരിക്കുന്നത്. CHO അല്ലെങ്കിൽ COOH എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ഫസ്റ്റ് വൺ കറക്റ്റ് ആക്കിയവരൊക്കെ കൈ നോക്കിക്ക്. ആദ്യത്തേത് കറക്റ്റ് ആക്കിയവര്, സെക്കൻഡ് വൺ കറക്റ്റ് ആക്കിയവര്, തേർഡ് വൺ, ഫോർത്ത് വൺ, ഫിഫ്ത് വൺ. യെസ്.
സ്ട്രക്ചർ എന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു തന്നു രണ്ട് എത്ര ബോണ്ട് ഉണ്ടോ അതിൽ പ്രിഫറൻസ് ആക്കണോ അതിനനുസരിച്ച് ഹൈബ്രിഡൈസേഷൻ ചേഞ്ച് ചെയ്യും. ഓക്കെ, സോ 4.30 ഡിസ്കസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4.31. ഒന്ന് ശ്രദ്ധിച്ചേ ഇവിടെ 4.31. ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് what do you understand by bond pair and lone pair of electrons? Illustrate by given examples. ബോണ്ട് പെയറിനും ലോൺ പെയറിനും എക്സാമ്പിൾ. ബോണ്ട് പെയർ ഉള്ള ഒരു കോമ്പൗണ്ടിന് എക്സാമ്പിളും ലോൺ പെയർ ഉള്ള ഒരു കോമ്പൗണ്ടിന് എക്സാമ്പിളും ചോദിച്ചിരിക്കുന്നത് ഇഷ്ടംപോലെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബോണ്ട് പെയറുകൾ ഉള്ള ഇലക്ട്രോൺസ്, ലോൺ പെയർ ഇല്ലാത്ത മോളിക്കൂൾ നമ്മൾ VSEPR തിയറിക്കകത്ത് ഫസ്റ്റ് ടേബിള്, ലോൺ പെയർ വരുന്ന VSEP തിയറിക്കകത്ത് സെക്കൻഡ് ടേബിള്. ഓക്കെ, ഏത് എക്സാമ്പിൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. യെസ്. Then 4.32 distinguish between a sigma bond and a pi bond. Already നമ്മൾ ഡിസ്കസ് ചെയ്ത് പറഞ്ഞ കാര്യമാണ്. 4.33 formation of hydrogen molecule on the basis of VB theory. കണ്ട നമ്മളൊരു ഡയഗ്രം വെച്ച് ഗ്രാഫ് ഒക്കെ വരച്ചിട്ട് പറഞ്ഞതാ ഹൈഡ്രജൻ മോളിക്കൂൾ അടുത്തടുത്ത് വരുമ്പോഴത്തേക്കും എനർജി കുറയുന്നു, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എനർജി കൂടും. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞതാണ്. VB തിയറിക്കകത്തുള്ള ഫിഗർ തന്നെയാണത്. Then write the important condition. Page question number 4.34. Write the important condition required for the linear combination of atomic orbitals to form molecular orbital. 4 conditions നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സെയിം സിമെട്രി, സെയിം എനർജി, മാക്സിമം ഓവർലാപ്പ്. ഇന്ന് മുസ്തഫയോട് ചോദിച്ച ക്വസ്റ്റ്യൻ. Yes. Then 35. Use molecular orbital theory to explain why the Be2 molecule does not exist. നമ്മൾ കുറച്ചു മുമ്പ് ചെയ്തതാ. Be2 molecule എക്സിസ്റ്റ് ചെയ്യില്ല, ബെർലിയം മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യത്തില്ല എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഇല്ലേ? മൊത്തം എത്ര ഇലക്ട്രോണാ വരുന്നേ? 8 ഇലക്ട്രോൺ വരും. അപ്പൊ നമ്മൾ ബോണ്ട് ഓർഡർ എടുക്കുമ്പോൾ 0 വരും, അൺസ്റ്റേബിൾ ആണ്, മോളിക്യൂള് എക്സിസ്റ്റ് ചെയ്യത്തില്ല. യെസ്, അപ്പൊ അത് നമ്മൾ ചെയ്തു. ദെൻ 4.36 ഉണ്ട്. അതിന്റെ അകത്ത് O2 മോളിക്യൂളിന്റെ നമ്മൾ ചെയ്തതാണ്. O2 പിന്നെയുള്ളത് ഏതാ? O2 പ്ലസും ഉണ്ട്, O2 മൈനസും ഉണ്ട്, O2 മൈനസും ഉണ്ട്. യെസ്, അതെന്താണ് എന്നുള്ളത് പറയാം. നാളെ വരുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ചെയ്യും എന്നുള്ള കാര്യം എനിക്കറിയാം. യെസ്, O2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ 16. അടുത്തത് ഏതാ? O2 പ്ലസ്. ഈ പ്ലസ് വരുന്നത് പോകുമ്പോഴാണോ കിട്ടുമ്പോഴാണോ നസ്രീൻ? പോകുമ്പോ. സോ അപ്പൊ പിന്നെ അവിടെ ഇലക്ട്രോൺസ് എത്രയേ ഉള്ളൂ? 15 ഉള്ളൂ. ദെൻ O2 മൈനസ് കിട്ടുമ്പോ അവ 16 എന്നുള്ളത് 17 ആകും. O2 മൈനസ് മേളില, അപ്പം ഓക്സിജൻ 8 ഉള്ളൂ, O2 ഇല്ലാട്ടോടെ 8 എണ്ണം, 8ന്റെ കൂടെ 2 എണ്ണം കൂടെ കിട്ടി. സോ 10 ഇലക്ട്രോൺ. അപ്പൊ ഇത് വെച്ചിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതാണ് 4.36. O2 എന്ന് പറഞ്ഞാൽ 16 ഇലക്ട്രോൺ, O2 പ്ലസ് എന്ന് പറഞ്ഞാൽ 16ൽ നിന്ന് ഒരെണ്ണം പോയി 15, O2 മൈനസ് എന്ന് പറഞ്ഞാൽ 16ന്റെ കൂടെ ഒരെണ്ണം കൂടെ കിട്ടി. ദെൻ O2 മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ വരുന്നത്? ഓക്സിജൻ ഒരു ഓക്സിജനേ ഉള്ളൂ, അപ്പൊ 8 ഇലക്ട്രോണേ ഉള്ളൂ. 8ന്റെ കൂടെ 2 എണ്ണം കൂടെ ആഡ് ചെയ്യുക, അപ്പൊ 8 × 10 ഇലക്ട്രോൺ. യെസ്, ഓക്കെ. സോ അപ്പൊ നമുക്ക് തീർക്കാം. യെസ്, 7:31 ആയി. ഓക്കെ ടീച്ചർ, ഒരൊറ്റ മിനിറ്റ്. യെസ് യെസ്, O2 2 മൈനസ് എന്നല്ലേ? O2 2 മൈനസ് എന്നാണോ? ടെസ്റ്റിൽ ആണോ? O2 2 മൈനസ് ആണോ കൊടുത്തിരിക്കുന്നത്? ഓക്കെ, O2 2 മൈനസ് ആണെങ്കിൽ 16 2 18. ഓക്കെ, യെസ്. ദെൻ 4.40 ഇതേപോലെ തന്നെയാണ്. 4.40 N2 O2 നമ്മൾ ചെയ്തു. O2 പ്ലസ് O2 മൈനസ് നമ്മൾ അപ്പുറത്ത് ചെയ്തു. അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 4.36ന്റെ അകത്ത് വരുന്നത്. ഓക്കെ, സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ വരുമ്പോൾ ഡൗട്ട് ക്ലിയർ ചെയ്യുക കേട്ടോ. സോ താങ്ക് യു. ടീച്ചറെ സ്ക്രീൻ സ്ക്രോൾ ചെയ്യാമോ? ഏതാ വേണ്ടത്? ഇതാണോ? ഇതിന്റെ അകത്തില്ലേ മറ്റേ സൈഡിൽ എഴുതിയേക്കണേ ഡബിൾ ബോണ്ട് കാർബണിന്റെ ഒരു സൈഡിൽ ട്രിപ്പിൾ അല്ലേ വരണ്ടേ? എവിടെ? ഏതിലെ? മൂന്നാമത്തേല് അപ്പോഴല്ലേ 2 സൈഡില് ഡബിൾ അല്ലേ ടീച്ചർ? അതെ, 2 സൈഡിലും ഡബിൾ ബോണ്ടാണ് വെച്ചേക്കണേ. അങ്ങനെ വരുമ്പോ SP ആണ് വരണ്ടേ? അത് സ്പെഷ്യൽ കേസാ. അന്നേരം 4 എണ്ണം വരില്ലേ? 4 ബോണ്ട് വരും. 4 ബോണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ബോണ്ട് ഓർഡർ ഇല്ലല്ലോ. മൊത്തം 2 സൈഡും കൂടെ കൂട്ടിയാൽ മൊത്തം 4. അപ്പൊ അതിനൊരു ട്രിപ്പിൾ ബോണ്ടിന്റെ എഫക്റ്റ് ആണ് നമ്മൾ പറയുന്നത്. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ SP അല്ലേ? ട്രിപ്പിൾ ബോണ്ടിന്റെ എഫക്റ്റ് എന്നാ നമ്മൾ പറയുന്നത്. കാർബൺ ഡൈ